എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യ സ്വതന്ത്രം കിട്ടിയ അന്ന് മുതൽ തന്നെ ഇന്ത്യയുടെ ഏറ്റവും നല്ല സുഹൃത്താണ് റഷ്യ. അന്ന് സോവിയറ്റ് റഷ്യയാണ്. ഉക്രൈനും സോവിയറ്റ് യൂണിയനും ഒക്കെ കൂടെയുള്ള സോവിയറ്റ് യൂണിയനാണ്. അപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ, 6-7 രാജ്യങ്ങളൊരു യൂണിയനാണ്. ആ സോവിയറ്റ് യൂണിയൻ നമ്മളോടൊപ്പം കൈപിടിച്ച് നമ്മൾ ഉയർത്തുന്നതിനും പഞ്ചവത്സര പദ്ധതികൾ നമുക്ക് പറഞ്ഞു തരുന്നതിനും ഒരുപാട് കാര്യങ്ങൾക്ക് ഇന്ത്യയെ റഷ്യ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് തുടങ്ങിയ സൗഹൃദം ഇപ്പോഴും പുട്ടിൻ ആയിട്ട് പോലും നമ്മൾ ആ സൗഹൃദം തുടരുന്നു. ഇപ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ അവിടെ പോയി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ചൈന പ്രധാനമന്ത്രിയും തമ്മിൽ നേരിട്ട് കാണാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ ചൈന ബന്ധം ഒരു വശത്ത് പോകുന്നു. അങ്ങനെ ബന്ധം പോകുന്നതിനിടയിലാണ് റഷ്യയുമായിട്ടുള്ള ബന്ധവും വളരെ നല്ല രസകരമായി വന്നിരിക്കുന്നു. റഷ്യ, ഇന്ത്യ, മോഡി, പുടിൻ ചർച്ചകൾ നടന്നു കഴിഞ്ഞു. ആ ചർച്ചകളുടെ ഫലമായി തീർച്ചയായും ഇന്ത്യക്ക് ഇപ്പോൾ 10-25% എണ്ണ തരുന്നുണ്ട് കുറഞ്ഞ വിലയ്ക്ക്. അതിലുപരിയായി നിരവധി വസ്തുക്കളുടെ കൈമാറ്റം, ഇപ്പോൾ യുദ്ധോപകരണങ്ങൾ, മരുന്ന്, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ്, പിന്നെ ഇലക്ട്രോണിക്സ്, മോട്ടോർ വെഹിക്കിൾസ്, ഇങ്ങനെ ഒരുപാട് വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷെയർ ചെയ്യാനും ഇറക്കുവാനും ഒക്കെയുള്ള വ്യാപാര കരാറിനൊക്കെ ഉള്ള വലിയ സാധ്യതയാണ് റഷ്യയും നമ്മൾ തമ്മിലുള്ളത്. ഇതിനകത്ത് വേറൊരു ട്രയാങ്കിൾ വരാൻ പോകുന്നത് റഷ്യയും, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മോഡി ചൈനീസ് പ്രധാനമന്ത്രിയെ കാണുന്ന സാഹചര്യത്തിൽ ചൈനീസ് പ്രധാനമന്ത്രിയും മോഡിയും പുടിനും കൂടി ചേർന്നാൽ ഒരു ട്രയാങ്കിൾ വരും. അത് ലോകത്ത് വലിയ മാറ്റമുണ്ടാക്കാനുള്ള സാധ്യതയുള്ള സാർവദേശ രംഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ വലിയ മാറ്റമുണ്ടാക്കാനുള്ള സാധ്യതയാണുള്ളത്. തീർച്ചയായും നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. സോവിയറ്റ് റഷ്യ എന്ന് പറയാനാകില്ല, റഷ്യയുടെ നമ്മോടുള്ള സമീപനം എന്നും സൗഹൃദമായിരുന്നു. അത് വീണ്ടും ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഈ ഗവൺമെൻറ്റുകൾ, BJP ഗവൺമെൻറ്റും കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും അമേരിക്കയുമായി നമ്മൾ ചില ബന്ധങ്ങൾ വെച്ചപ്പോൾ പലരും പറഞ്ഞു റഷ്യയുമായിട്ടുള്ള ബന്ധത്തിൽ എന്തോ ഉലച്ചിൽ പറ്റിയില്ല. പക്ഷെ അങ്ങനല്ല. നമ്മൾ ഒരേ സമയം അമേരിക്കയുമായി ബന്ധം വയ്ക്കുന്ന പോലെ തന്നെ റഷ്യയുമായി അതിനേക്കാൾ കൂടുതൽ ബന്ധം വെച്ചിട്ടുണ്ട്. കാരണം റഷ്യയാണ് കൂടുതൽ റിലയബിൾ ആയിട്ടുള്ള രാജ്യം. നമുക്ക് ഏറ്റവും കൂടുതൽ റിലയബിൾ ആയിട്ടുള്ള രാജ്യം റഷ്യയാണ്. ആ റിലയബിലിറ്റി നമ്മൾ മുതലാക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും റഷ്യയുമായുള്ള ബന്ധം വളരെ മനോഹരമായി മുന്നോട്ട് പോകുന്നു. അതിനുള്ള ചർച്ചകൾ നടക്കുന്നു. ഇനി കരാറുകളുണ്ടാകും, അതുപോലെ തന്നെ വസ്തുക്കളുടെ കൈമാറ്റമുണ്ടാകും, ആയുധ കൈമാറ്റമുണ്ടാകും, ധാരാളം കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യ റഷ്യ ഇന്ത്യ ചൈന ആയിക്കഴിഞ്ഞു. അതോടൊപ്പം ഇന്ത്യ റഷ്യ ആകുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് ഇന്ത്യ റഷ്യ ചൈന എന്ന് പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അപ്പോൾ അമേരിക്കയുടെ ഡോളറിനെ ഉൾപ്പെടെ പിടിക്കുവാനുള്ള വലിയ പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു സാർവദേശീയ തലത്തിൽ വലിയ മാനമാണ് ഇന്ത്യയുടെ ഈ നീക്കങ്ങൾക്കുള്ളത്. റഷ്യയും ഇന്ത്യയും കൈകോർക്കുമ്പോൾ അത് വേറൊരു ശാക്തിക ചേരിയായി ലോകത്ത് വരുമോ എന്നുള്ളൊരു ചർച്ചയുണ്ട്. അവിടെ ചൈന കൂടെ വന്നാൽ തീർച്ചയായിട്ടും അമേരിക്ക പോലുള്ള രാജ്യങ്ങൾക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും വലുതായിട്ടൊന്നും ചെയ്യാനില്ല. വളരെ ശക്തരായിട്ടാണ് നമ്മുടെ ഈ 3 രാജ്യങ്ങൾ കൂടി ഒന്നിച്ച് നീങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തിരിക്കുന്നത് ഇന്ത്യയും റഷ്യയും തന്നെയാണെന്നുള്ളത് വലിയ പ്രതീക്ഷയാണ് നമുക്കും ലോകത്തിനും നൽകുന്നത്.